കണ്ഠരര് രാജീവരരുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ അന്വേഷണ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. ഏതാണ്ട് 2-2.5 മണിക്കൂറായി പരിശോധന നടക്കുന്നുണ്ട്. അവിടെ സ്വർണ്ണപ്പണിക്കാരനെ അടക്കം വിളിച്ചു വരുത്തിയുള്ള പരിശോധന ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. SITയുടെ 5-അംഗ സംഘവും ലോക്കൽ പോലീസും വീട്ടിലെത്തിയിട്ടുണ്ട്. VV വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, വലിയ നിർണായകമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ചില വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരം? രഞ്ജിത്ത്, പ്രധാനമായും തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുക എന്നത് തന്നെയാണ് SITക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ശബരിമല കൊടിമരത്തിന് മുകളിലുണ്ടായിരുന്ന വാജിവാഹനം അത് തന്ത്രി എടുത്തിരുന്നു എന്ന വെളിപ്പെടുത്തൽ നേരത്തെ തന്നെ ഉണ്ടായി. ആ കാര്യം തന്ത്രി അംഗീകരിക്കുകയും ചെയ്തു. ആ വാജിവാഹനം തിരികെ ഏൽപ്പിക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ട് തന്ത്രി ഈ വിവാദം ഉയർന്നു വന്ന സമയത്ത്, അതായത് കേസുകൾ ഉണ്ടായി തുടങ്ങിയ സമയത്ത് ദേവസ്വം ബോർഡിന് ഒരു കത്ത് നൽകി. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരു സാഹചര്യമായിരുന്നു, അറസ്റ്റുകളിലേക്ക് നീങ്ങുന്നൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ പോലും, ദേവസ്വം ബോർഡ് തന്നെ കേസിൽ പ്രതിയായി വരുന്ന നിലയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് തുടർ നടപടികൾ ഉണ്ടായില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും അതുതന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളുണ്ടോ, അല്ലെങ്കിൽ ഈ സ്പോൺസർമാരായി വന്ന ആളുകൾ അവരുമായൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ വാജിവാഹനവും ഇവിടെ വളരെ നിർണായകമായ ഒരു കാര്യമായി മാറുന്നത്. അങ്ങനെ തന്ത്രി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആചാര ലംഘനമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം തടിയിലെ വസ്തുക്കൾ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തടിയിലെ വസ്തുക്കൾക്ക് കേടുപറ്റിയാൽ അത് അഗ്നിക്കിരയാക്കണമെന്നും ലോഹങ്ങളാണെങ്കിൽ അത് ഉരുക്കണമെന്നും ഒക്കെയാണ് അതിൽ വിധിയുള്ളത്. പക്ഷേ അങ്ങനെ ഇത് മാറ്റിയെങ്കിൽ അത് വലിയ തെറ്റാണ്. തന്ത്രി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയും അവസാനിക്കുന്നില്ല. ഇപ്പോൾ തന്ത്രിയുടെ കൈവശം ഉള്ളത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ വാജിവാഹനമാണോ എന്ന കാര്യത്തിലും ചിലർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് യഥാർത്ഥ വാജിവാഹനം പുറത്തേക്ക് പോയി അതിന് പകരം മറ്റൊന്ന് ഉണ്ടാക്കി അത് തിരികെ ഏൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഒരു വശത്തുകൂടി വരുന്നുണ്ട്. ഏതായിരുന്നാലും തന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ മഹസറിലെയൊക്കെ കാര്യങ്ങളിൽ ഒരു വാദം ഉയർത്താൻ കഴിയുമായിരുന്നെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുന്ന നിലയുണ്ട്. കാരണം ഇത് കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ്, അത്രയും അമൂല്യമായ വസ്തുവാണ്. അത് വീട്ടിലേക്ക് കൊണ്ടുപോയെങ്കിൽ വരും മണിക്കൂറുകളിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ, അത് കണ്ടെത്തിയാലും ഇല്ലെങ്കിലും അത് തിരികെ നൽകാൻ വേണ്ടി അദ്ദേഹം കത്ത് നൽകിയിരുന്നു. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ കൈവശം തന്നെ അത് ഉണ്ട് എന്നതാണ്. അങ്ങനെ കണ്ടെത്തുക എന്നതുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമായി അവശേഷിക്കുന്നു. തന്ത്രിയുടെ കാര്യത്തിൽ നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ പറയുന്നത്, നേരത്തെ ശബരിമലയിൽ സ്ത്രീ പ്രവേശം ഉണ്ടായപ്പോൾ അവിടെ അതിന് പരിഹാരമായി പുണ്യാഹം പോലുള്ള ചടങ്ങുകളൊക്കെ തന്ത്രി നടത്തിയിരുന്നു. മുഖ്യമന്ത്രി ആ സമയത്ത് തന്ത്രിക്കെതിരെ രംഗത്ത് വരുന്നൊരു നിലയുണ്ടായിരുന്നു. ഈ മുന്തിയിൽ താക്കോല് കെട്ടിയിട്ടിരിക്കുന്നവർക്കാണ് എല്ലാ അധികാരമുള്ളതെന്ന് കരുതരുത് എന്നൊക്കെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. മാത്രമല്ല, പൊതുവേദിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ പിന്നീട് ഉണ്ടായ സംഭവ വികാസങ്ങളിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾ അത്തരത്തിൽ നീക്കം നടത്തിയപ്പോൾ താൻ നിരപരാധിയാണ്, തനിക്ക് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നു എന്ന തരത്തിലൊക്കെ ഒരു പക്ഷേ തന്ത്രിക്ക് വാദിക്കാൻ കഴിയുമായിരുന്ന ചില സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ സാധ്യമല്ല. കാരണം ഇത് ഈ ദേവഹിതം അറിഞ്ഞല്ല പ്രവർത്തിച്ചതെന്ന ഒന്നാമത്തെ കുറ്റം, ദേവസ്വം ബോർഡിനോട് അനുമതി ചോദിച്ചില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമപ്രശ്നങ്ങൾ നടത്തിയില്ല എന്ന ചില വസ്തുതകൾ. ഏറ്റവും ഗുരുതരമായ കാര്യം, ഈ വാജിവാഹനം പോലുള്ള വസ്തുക്കൾ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നത് തന്നെയാണ്. മറ്റുള്ള കാര്യങ്ങളിൽ ചില വാദമുഖങ്ങൾ നിരത്താമായിരുന്നെങ്കിലും താൻ മൂകസാക്ഷിയാണ്. ഒരുപക്ഷെ സർക്കാരിനെ ഭയന്ന് ചില കാര്യങ്ങളിൽ കണ്ണടച്ചു, അല്ലെങ്കിൽ തനിക്ക് പരിമിതി ഉണ്ടായിരുന്നു. ഒരു തന്ത്രി എന്ന നിലയ്ക്ക് ക്ഷേത്രത്തിലെ അധികാരിയാണ്, പക്ഷേ രാഷ്ട്രീയക്കാരോട് ഏറ്റുമുട്ടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നിശബ്ദത പാലിച്ചു എന്നൊക്കെ അദ്ദേഹത്തിന് ഒരു പരിധിവരെ വേണമെങ്കിൽ വാദിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയെല്ലാം കൈവിട്ടു പോകുന്നത് ഇങ്ങനെ വാജിവാഹനം ഉൾപ്പെടെയുള്ള അമൂല്യ വസ്തുക്കൾ വീട്ടിലേക്ക് കൊണ്ടുപോയതിൻ്റെ പേരിലാണ്. മാത്രമല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പത്മകുമാർ വരുമ്പോൾ അതിനു മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറുമായി ബന്ധമുള്ളതിനെക്കുറിച്ച് ഒരു സൂചനയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ശബരിമലയിൽ വെച്ചുള്ള പരിചയമാണ് ഇവരുടെ ഈ ഇടപാടുകളിലൊക്കെ കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പത്മകുമാറിനെയും ദേവസ്വം ബോർഡിലെ മറ്റ് പ്രധാനപ്പെട്ട ആളുകളെയും, അതായത് നേരത്തെ പ്രശാന്തിൻ്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ആളുകളെപ്പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധിച്ച പാലമായി തന്ത്രി പ്രവർത്തിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. ഏതായിരുന്നാലും അതെല്ലാം കോടതിയിൽ
വാദിക്കേണ്ടതും കോടതിക്ക് ബോധ്യപ്പെടേണ്ടതുമായ കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ 3 മണിക്കൂറായി തന്ത്രിയുടെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. അത് രാവിലെ മുതൽ തന്നെ SIT അവിടെ എത്തുമെന്ന് കരുതിയതാണ്. പക്ഷേ ഉച്ചയോടുകൂടിയാണ് SIT എത്തിയത്. അതിനുശേഷം ആ വീട്ടിലുണ്ടായിരുന്ന ആളുകളെല്ലാം പുറത്തേക്ക് മാറ്റി. തന്ത്രിയുടെ മകൻ്റെ ഭാര്യ അഭിഭാഷക കൂടിയാണ്, അവർ മാത്രമാണ് വീടിനുള്ളിലേക്ക് പ്രവേശിച്ചത്. അവർക്ക് മാത്രമാണ് അനുവാദം നൽകിയത്. അവർ പുറത്തുനിന്ന് വന്നതാണ്. ഈ പരിശോധന സമയത്ത് ഒരാളെ മാത്രമാണ് അതിനുള്ളിലേക്ക് കയറ്റിയത്. വനിതകൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ സംഘത്തിൻ്റെ കൂടെയുണ്ട്. അതായത് തന്ത്രിയുടെ വീട്ടിലെ സ്ത്രീകളിൽ നിന്നുൾപ്പെടെ ഈ കാര്യത്തിൽ മൊഴി രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തന്ത്രി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി റിമാൻഡ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ഇപ്പോൾ ICUവിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ അറസ്റ്റ് ഉണ്ടായതും പിന്നീട് അദ്ദേഹത്തെ കൊല്ലം കോടതിയിൽ കൊണ്ട് ഹാജരാക്കുകയും പിന്നീട് തിരുവനന്തപുരത്തേക്ക് മാറ്റിയതും. തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന അദ്ദേഹം ജയിലിൽ കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. ഇപ്പോൾ അദ്ദേഹം ICUവിൽ കഴിയുന്നത്. ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായിരുന്നാലും തന്ത്രിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേതൃത്വങ്ങൾ നടത്തുന്ന പരാമർശങ്ങൾ കൂടി ശ്രദ്ധേയമാണ്. അതിൽ BJP ഒരു പരിധിവരെ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇപ്പോൾ സന്ധി വചസ്പതിയെ പോലുള്ള നേതാക്കളൊക്കെ പോകുന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാകുന്ന വിനോദ്, സ്വർണ്ണപ്പണിക്കാരനെ അടക്കം അവിടെ എത്തിച്ചാണ് പരിശോധന എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ വിനോദ് പറഞ്ഞ പോലെ ഈ വാജിവാഹനം ആ വീട്ടിൽ നിന്ന് ലഭിക്കുന്നൊരു പശ്ചാത്തലമുണ്ടായാൽ അത് ഗൗരവമേറിയ ഒരു തെളിവായി മാറും. കത്ത് കെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിന് സ്ഥിരീകരണമൊന്നുമില്ല, തന്ത്രി പറയുന്നതാണ്. തെളിവുകൾ ശേഖരിക്കുക തന്ത്രിക്കെതിരെ എന്നുള്ളതാണല്ലോ SITയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒപ്പം ഈ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കാൻ SIT സംഘം ശ്രമിക്കുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായ തെളിവുകൾ അത്തരത്തിൽ അവിടെ നിന്ന് ലഭിക്കുക എന്നുള്ളതാണ് പ്രഥമ ലക്ഷ്യം. രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം സർക്കാർ ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്, SITക്ക് മേൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം സർക്കാർ ചെലുത്തുന്നില്ല. SIT സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു. ഇന്നിപ്പോൾ MV ഗോവിന്ദൻ്റെ പരാമർശവും അങ്ങനെയാണ്. അങ്ങനെയുള്ള അറസ്റ്റുകൾ ഉണ്ടാകുമ്പോൾ എന്താണ് പ്രശ്നമെന്ന തരത്തിലാണ് ഇപ്പോൾ CPMൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാകുന്നത്. പക്ഷേ കോൺഗ്രസും BJP അടക്കമുള്ളവർ തന്ത്രിയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുമ്പോൾ എന്തുകൊണ്ട് മുൻ മന്ത്രി അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ മുൻ അംഗമായിരുന്ന ആളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല BJP ഒരു ചൂട് കൂടി മുന്നിലേക്ക് പോകുന്നുണ്ട്. അവിടെ BJP നേതാക്കൾ തന്ത്രിയുടെ വീട്ടിലേക്ക് എത്തുകയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ BJP ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ അറസ്റ്റുകൾ ഏകപക്ഷീയമായി പോകുന്നു. എന്തുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ അല്ലെങ്കിൽ അങ്ങനെ പ്രതിസ്ഥാനത്തേക്ക് ചൂണ്ടപ്പെട്ട ആളുകളെ മുഴുവൻ പിടികൂടുന്നില്ല, അങ്ങനെ സംശയനിഴലിൽ നിൽക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിക്കുന്നു. മാത്രമല്ല രഞ്ജിത്ത്, ഇന്ന് രാത്രി അമിത്ഷാ തലസ്ഥാനത്ത് വരികയാണ്. കേരളത്തിലേക്ക് അദ്ദേഹം എത്തുകയാണ്. ഒരുപക്ഷെ BJP സംസ്ഥാന നേതൃത്വം ഇതിനകം തന്നെ കേന്ദ്ര നേതൃത്വവുമായി ഇത് സംബന്ധിച്ച് ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ടാകാം. നാളെ അദ്ദേഹം കോർ കമ്മിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അമിത്ഷായുടെ ഭാഗത്തു നിന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടായാൽ CBI അന്വേഷണം പോലുള്ള ആവശ്യങ്ങൾ ഇതിനകം തന്നെ BJP കേരള ഘടകം മുന്നോട്ട് വെച്ചിട്ടുണ്ട്, കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ CBI അന്വേഷണമൊക്കെ നേരിട്ട് മന്ത്രിക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിലേക്ക് സൂചന നൽകുന്ന ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ പോലും അത് വളരെ വലിയ മാറ്റങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കും എന്നത് വളരെ വ്യക്തമാണ്. മാത്രമല്ല ED പത്മകുമാറിലേക്ക് പോവുകയാണ്. പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളുമായി ED മുന്നോട്ട് പോകുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോൾ തീർച്ചയായും കേന്ദ്ര ഏജൻസികൾ കൂടി ഇതിൽ പിടിമുറുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. SITക്കാകട്ടെ അങ്ങനെ വളരെ ലളിതമായി ഈ കേസ് അന്വേഷിച്ച് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നിരീക്ഷണത്തിൽ നടത്തുന്ന ഒരു അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി മാത്രമേ SITക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇതിൽ ആരെങ്കിലും വിട്ടുകളയുകയോ ഏതെങ്കിലും ഭാഗത്ത് അന്വേഷണം ഒന്ന് അയയുകയോ ചെയ്യുന്നു എന്ന തോന്നലുണ്ടായാൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് അതിനിശ്ചിതമായ വിമർശനം ഏൽക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ തവണയൊക്കെ കേസ് പരിഗണിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്, കോടതി അതിശക്തമായി SITയെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം സർക്കാർ പറയുന്നത് വളരെ സ്വതന്ത്രമായാണ് SITയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന കാര്യമാണ്. പക്ഷേ പലപ്പോഴും കോൺഗ്രസിൻ്റെ BJPയുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസ് ചില സമയങ്ങളിൽ SIT അന്വേഷണം കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ചില ഘട്ടങ്ങളിൽ അങ്ങനെയല്ല, ചിലരെ ഒഴിവാക്കുന്നു എന്ന കാര്യം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. തന്ത്രിയുടെ അറസ്റ്റോടുകൂടി BJP ഇതിൽ മറ്റൊരു നില സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രകടമാണ്. ശരി, VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്, പരിശോധന തുടരുകയാണ്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് SIT. സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരെ ദേഹാശ്വാസത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തന്ത്രിയെ പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. MICUവിൽ
ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരുകയാണ് അദ്ദേഹം. പ്രത്യേക അന്വേഷണ സംഘം വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയ തന്ത്രി കണ്ഠര് രാജീവരെ ഇന്നലെ രാത്രിയോടെയാണ് റിമാൻഡിലായതിന് പിന്നാലെ തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചത്. അവിടെ വെച്ച് രാത്രിയിൽ ഉറക്കക്കുറവ് അനുഭവപ്പെടുകയും അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുകയുമായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ കരമനയിലുള്ള ആശുപത്രിയിൽ പ്രാഥമികമായ പരിശോധനകൾക്ക് അദ്ദേഹത്തെ വിധേയനാക്കി. പിന്നീട് വിശദമായ പരിശോധനകൾ വേണ്ടിവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് 12 മണിയോടെ എത്തിയത്. തുടർന്ന് അദ്ദേഹത്തെ ഏതാണ്ട് ഒരു മണിക്കൂറിലധികം നേരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർമാരോട് ശരീരത്തിൽ അസ്വസ്ഥത തോന്നുന്നു എന്ന തരത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞതോടെയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ രക്തപരിശോധനയും ECG അടക്കം പരിശോധിക്കുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെയാണ് ഒരു രക്തപരിശോധനയ്ക്കിടയിൽ ഒരു ചെറിയ വേരിയേഷൻ ഡ്രോപ്പ് ടി ടെസ്റ്റിൽ കണ്ടെത്തിയത്. അങ്ങനെയാണ് അദ്ദേഹത്തെ വിശദമായ പരിശോധനകൾക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. വലിയ പോലീസ് കാവലിലാണ് തന്ത്രിയെ 1 മണിക്കൂറിലധികം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും അവിടെ നിന്ന് തിരികെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം അദ്ദേഹത്തെ MICUവിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവിടെ വിശദമായി പരിശോധനകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് തന്ത്രി കണ്ഠര് രാജീവര്. ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് എന്ന സൂചനകളാണ് പ്രാഥമികമായ പരിശോധനകൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹത്തിന് തുടർ ചികിത്സ നടക്കുക. അന്വേഷണം നിർണായകമായ ഒരു ഘട്ടത്തിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് തന്ത്രിയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. അടുത്ത ദിവസം അദ്ദേഹത്തിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ ഇരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തന്ത്രിയുടെ ജാമ്യാപേക്ഷയും അടുത്ത ദിവസം കോടതിയിൽ സമർപ്പിക്കാനിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.